നീ കച്ചവടത്തിന് വേണ്ടിയുള്ള വെറും നാടകമാണ് എമ്പുരാൻ വിഷയത്തിൽ നടക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്. അത്ര എനിക്ക് പറയാനൊക്കെ. വെറും ഡ്രാമ. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? എമ്പുരാൻ വിഷയം വളരെ സജീവ ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിലും കൊണ്ടുവരുന്നുണ്ട് ഇടത് കോൺഗ്രസ് എംപിമാർ. എന്താണ് അക്കാര്യത്തിൽ താങ്കളൊരു സിനിമാ പ്രവർത്തനം കൂടിയല്ലേ? വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്. അത്ര എനിക്ക് പറയാനൊക്കെ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു നിർബന്ധവും ഇല്ല ഇത് എഡിറ്റ് ചെയ്യണമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കളയുന്നത്? ഭയന്നിട്ടാണോ? കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ അത് മാത്രമാണ് നടക്കുന്നത്. ഇത് വേറെ ആരുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ്. ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടം ഉണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ്. വെറും ഡ്രാമ. അപ്പം നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ്, ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിലൂടെയാണ് ഈ ഒരു എഡിറ്റ് നടന്നിരിക്കുന്നത്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുണ്ട്. പ്രതി ഓന്ത് ഗോപാലൻ ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും. ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത്. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനം കൂടിയാണ്. ഒരു സംശയമില്ല, മലയാള സിനിമ എന്നുള്ളതല്ല ഏത് സിനിമാ പ്രേമിക്കും അഭിമാനിക്കാവുന്ന ഒരു പ്രൊജക്ട് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതല്ല ഉദ്ദേശം. ഞാൻ സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ. സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ.